ഹലോ മലയാളീസ്. ഇന്ന് ഒരു എൻഗേജ്മെൻറ്റ് ലുക്ക് ചെയ്യാനാണ് പോകുന്നത്. വിജി അക്ഷര സിസ്റ്ററിൻ്റെ കൂടെയാണ് പോകുന്നത്, വിജി ചേച്ചിയുടെ അസിസ്റ്റൻ്റായിട്ട്. ഒരു 2:30 ആയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് യൂബർ ബുക്ക് ചെയ്തു. ഒരു നിയർ ടു 3 ആവുന്നതിന് മുന്നേ തന്നെ വിജി ചേച്ചിയുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. ഭംഗിയുള്ള സ്ഥലങ്ങൾ. ഈ നൈറ്റ് ടൈം പോകുമ്പോൾ ഏത് ടൈമാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തതും ഏത് ടൈമാണ് നല്ലൊരു ടൈമെന്ന് തോന്നിയതും? എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് എന്താ കഴിഞ്ഞാൽ പ്രശ്നം? ഓ അതേ ഉള്ളൂ പ്രശ്നം. ടൈം ഒരു പ്രശ്നമല്ല. സോ ഞാനിതിൽ അറിഞ്ഞിട്ടില്ല. ഉറങ്ങി നമ്മുടെ ജോബ് സ്റ്റൈൽ ഇങ്ങനെ ആയതുകൊണ്ട് എണീറ്റേ പറ്റൂ. സോ കടിച്ച് പിടിച്ച് എണീക്കും. പറ്റൂല്ലെങ്കിൽ എണീറ്റേ പറ്റൂ എന്നുള്ളത്. അതെ അതെ. പക്ഷേ ചില സമയങ്ങളുണ്ട്, ഒരു 2:30 അല്ലെങ്കിൽ 3 എന്ന് പറഞ്ഞാൽ നമ്മൾ കിടന്നാൽ പിന്നെ എണീക്കുന്നത് ഒരു ഗ്യാരണ്ടി അല്ല. ആ സമയത്തൊക്കെ നമുക്ക് പിന്നെ ഉറക്കം ഹോൾഡ് ചെയ്ത് ഒരു ഹാഫ് സ്ലീപ്പ് കൊടുക്കേണ്ടി വരും. പക്ഷെ ചില സമയത്ത് അത് പറ്റൂല എന്ന് ഉറപ്പാകുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കണം, അല്ലേ? ആ സമയത്ത് എനിക്കൊന്ന് ഫോണാണോ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. എനിക്ക് ചില സമയത്ത് ഇന്നിപ്പോൾ ഞാൻ സിക്കാണ്, കുറച്ച് വയറൊക്കെ അപ്സെറ്റ് ആയതുകൊണ്ട് അതുകൊണ്ട് ഉറങ്ങിപ്പോയാൽ എന്താ അവസ്ഥ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഉറങ്ങിയില്ല. എല്ലാ വീഡിയോയും ഫോണിലാണ് എടുത്തത്. ആകെ ഇങ്ങനെ കുറച്ച് ഇത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ അല്ലേ? ആദ്യം പോയപ്പോ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചെന്ന ദിവസത്തെ മഞ്ഞിന്റെ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ബാക്കിൽ കാണുന്ന കമ്പ് എന്ന് പറയുന്ന ആപ്പിൾ മരങ്ങളാണ്. അത് പറഞ്ഞാൽ നമുക്കറിയാം, മനസ്സിലാവുന്നത് ആപ്പിൾ മരമാണ്. കാരണം അതിന്റെ ഇലയൊക്കെ പോയിട്ട് കമ്പ് പോലെ കമ്പ് മാത്രമായിട്ട് നിൽക്കുന്നത്. ശരിയാ. പിറ്റേ ദിവസം ആയപ്പോ മൊത്തത്തിലൊരു ഓ മൈ ഗോഡ്, ഒറ്റ ദിവസം കൊണ്ടാ ചേഞ്ച് അല്ലേ? ഇതാണ് തേർഡ് ഡേ ആണല്ലേ? മറ്റേ കല്ലുപോലെയൊക്കെ ആയിരുന്നു. കല്ലുപോലെ രാവിലെ കണ്ണു തുറക്കുമ്പോ ഫുള്ള് മഞ്ഞ്. മണാലി ഒരു ദിവസം ഒരു പ്രാവശ്യം പോകേണ്ട സ്ഥലം തന്നെയല്ലേ? എല്ലാരും മണാലി പറഞ്ഞ് മറ്റേ ഇതാക്കി വെച്ചിരിക്കുക. എല്ലാരും പോകുന്ന പക്ഷെ നമ്മളത് പോകും. നമ്മളുണ്ട് അവിടെ. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആക്ടറുമായ ശ്രീശാന്ത് സാറിൻ്റെ സഹോദരിയുടെ മകളുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. മാമിൻ്റെ പേര് നിവീൻ എന്നാണ്. ഒരു ആക്ടറും കൂടിയാണ് മാമും. അവർ ഓൾറെഡി ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അവർക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ തന്നെ ആയിരുന്നു നമ്മൾ ഡയറക്റ്റ് പോയത്. ചെന്ന ഉടനെ തന്നെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം തന്നെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഹെയർ പ്രൊട്ടക്ഷൻ സ്പ്രേ ഒക്കെ അപ്ലൈ ചെയ്ത് പിന്നെ ഹെയർ ചെയ്യാനായിട്ട് ഞാനും സ്റ്റാർട്ട് ചെയ്തു. ഒരു 10 മിനിറ്റ്സിനുള്ളിൽ മേക്കപ്പ് ലുക്ക് ഡിസ്കസ് ചെയ്തിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി വിജിത ചേച്ചി. പിന്നെ അക്ഷര ചേച്ചി ജ്വല്ലറിയും ലെഹങ്കയൊക്കെ എങ്ങനെ വെയർ ചെയ്യണമെന്നുള്ളത് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. വിവാഹമായിരുന്നാലും എൻഗേജ്മെൻ്റ് ആയിരുന്നാലും ഇതിൽ കാറ്റഗറീസ് ഞാൻ പറയാം. ചില ആളുകൾക്ക് മേക്കപ്പിനെ പറ്റി നോളജ് ഉണ്ടായിരിക്കും, ചില ആളുകൾക്ക് ഒരു 50% ഉണ്ടാകും, ചില ആളുകൾക്ക് 25 എന്നൊക്കെ നമുക്ക് പറയാം, ചില ആളുകൾക്ക് അറിയില്ല. അവർക്ക് എന്ത് ലുക്കാണ് വേണ്ടത് എന്ന് ഫോട്ടോസ് കാണിക്കുമ്പോൾ അവരുടെ സ്കിന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അത് പോസിബിൾ ആണോ ഇല്ലയോ, എന്താണ് നമുക്ക് ഈ ഒരു സ്കിന്നിന് ചെയ്യാൻ പറ്റുക എന്നുള്ളതെല്ലാം നമുക്ക് പറയാനായിട്ട് കഴിയും. അതിന് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാവരും ഒരു കാര്യം ചെയ്യും, അവർക്ക് എന്താണ് വേണ്ടത് എന്ന് കൺവേ ചെയ്യാൻ അവർക്ക് പറ്റുന്ന രീതിയിൽ ശ്രമിക്കാറുണ്ട്. അതൊരു പക്ഷേ നമ്മളെ ആദ്യം തന്നെ ബുക്ക് ചെയ്യാൻ വിളിക്കുമ്പോഴാകാം, അല്ലെങ്കിൽ അവിടെ വരുന്ന ദിവസമാവാം. നമുക്കിഷ്ടപ്പെട്ട പാർട്ട്ണറിനെ തന്നെ വേണമെങ്കിൽ പ്രണയത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ശ്രമം, അറ്റംപ്റ്റ്. നിങ്ങൾക്ക് കാണാം, വിജി ചേച്ചിയാണ് ഡോറ് തുറന്നു കൊടുത്തത് മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ലുക്ക് വരനെ കാണാൻ വേണ്ടിയിട്ട്. യു ക്യാൻ സീ ഇൻ ദയർ ഐസ് ദാറ്റ് ദേ ലവ് ഈച്ച് അതർ. അവരെ രണ്ടുപേരുടെ ഹാർട്ട് ബീറ്റ് ഇല്ലേ നമുക്കിവിടെ ഇരിക്കുമ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. മകളുടെ പേര് നിരഞ്ജനി എന്നാണ്. രണ്ടുപേരും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ആളുകളാണ് കേട്ടോ. കാരണം ഒരു എൻഗേജ്മെൻ്റ് ആകുമ്പോൾ ഒരു ടെൻഷനും ഒക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ തന്നെ അവർ ചുറ്റുമുള്ളവർക്ക് പോസിറ്റിവിറ്റി കൊടുക്കാനായിട്ട് കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. അവരും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് വർഷങ്ങളായി ഞാൻ ചുറ്റും ഒന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, പലരും റോങ് പാർട്ട്നേഴ്സുമായിട്ടാണ് ജീവിക്കുന്നത്. അത് അവർക്ക് തന്നെ അറിയാം. തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കണ്ടപ്പോൾ തന്നെ അറ്റംപ്റ്റ് ചെയ്തില്ല, പറയാനുള്ള ശ്രമം നടത്തിയില്ല. പ്രധാനമായും 4 റീസൺസാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. ഈഗോ,
നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള ചിന്ത ജോലിയില്ലാത്തതൊരു കാരണമാകാം. പിന്നെ ചുറ്റുപാടെന്നുള്ള ബാഡായ ഇൻഫ്ലുവൻസ്, അത് ഫാമിലിയിൽ നിന്നാവാം, കൂട്ടുകാരിൽ നിന്നാവാം. ഇത് എന്ത് തന്നെയാണെങ്കിലും ഓപ്പോസിറ്റുള്ള പേഴ്സൺ ചിലപ്പോൾ എസ്സോ നോയോ എന്താണ് പറയുക എന്നുള്ള ടെൻഷനുമാവാം. പക്ഷെ അതെല്ലാം മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ഫീലിങ്സ് ആ വ്യക്തിയോട് പറയണം. തിരിച്ചുള്ള മറുപടി എന്തും ആയിക്കോട്ടെ. പ്രണയവിവാഹം, അറേഞ്ച് മാരേജ്. പ്രണയവിവാഹം എന്ന് പറയുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ശ്രമം, അറ്റംപ്റ്റ് നടത്തി പറയുന്നു. അറേഞ്ച് മാരേജ് എന്ന് പറയുന്നത് ഫാമിലിയാണ് അറ്റംപ്റ്റ്, ശ്രമം എടുക്കുന്നത്. മാട്രിമോണി വഴിയോ അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് വഴിയോ തൻ്റെ മകൾക്കോ മകനോ കല്യാണത്തിനായിട്ട് പാർട്ട്നേഴ്സിനെ തിരയുന്നു. ഞാൻ ഏജിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഞാനൊരു 40 വയസ്സോ 30 വയസ്സോ 50 വയസ്സിലോ ആണ് എൻ്റെ പാർട്ട്ണറിനെ കണ്ടെത്തുന്നതെങ്കിൽ ഞാൻ അപ്പോൾ വിവാഹം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ദൈവതുല്യമായി കാണുന്നത് എൻ്റെ പാരൻസ് തന്നെയാണ്. പിന്നെ എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ കുട്ടിയും. അപ്പോൾ തീർച്ചയായിട്ടും അവരെ എല്ലാവരും നമ്മളെ വിട്ട് ഒരു ദിവസം പോവും. ആ ദിവസം എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. പക്ഷേ ഇപ്പോൾ പറയേണ്ടി വരുന്നത് കൊണ്ട് പറയുന്നതാണ്. അതിനുശേഷം ഞാൻ നഴ്സിംഗ് ഹോം, വൃദ്ധസദനം ഞാൻ ചൂസ് ചെയ്യും. എനിക്കൊരു പ്രോപ്പർ പാർട്ട്ണറിനെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം എനിക്ക് ആരെയും ഹേർട്ട് ചെയ്യാൻ താല്പര്യമില്ല. സോ പ്രോപ്പർ പാർട്ട്നേഴ്സ് അല്ല കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആവശ്യമില്ലാത്ത ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവും. നിവി മാം ഹസ്ബൻഡും 2 പേർക്കും ആളുകളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. നമ്മൾ വന്നപ്പോൾ തൊട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്തു, ഭക്ഷണം അടക്കം കേട്ടോ. 4 ലുക്കാണ് ചെയ്തത്. ആരതി, അന്ന ചാക്കോ 2 പേരും ആക്ടേഴ്സാണ് കേട്ടോ. 2 പേരുടെ മേക്കപ്പും കൂടെ ചെയ്തിരുന്നു. ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് ഫോർ ഷുവർ. Say hi to my blog. Hey, hi. How are you guys? Great job. Thank you. Say hi. Hi. ഇനി അടുത്ത് നിങ്ങളുടെ വെഡിങ്ങും നമുക്ക് തന്നെ തരുമെന്ന് വിശ്വസിക്കുന്നു. ആഫ്റ്റർ ലോങ് ടൈം അല്ലേ നമ്മൾ കാണുന്നത് ഫാഷൻ ഷോയ്ക്ക് ഫസ്റ്റ് ഷോയ്ക്ക് ഞാൻ എൻ്റർ ചെയ്തപ്പോൾ തൊട്ടുള്ള എൻ്റെ ഫ്രണ്ടാണ്. ഇപ്പം വളരെ അൺഎക്സ്പെക്റ്റഡ് നമ്മളൊരു 7-8 വർഷമായിട്ടുണ്ടാവും, കൂടുതലായിരിക്കും. How was the makeup? Are you happy? Beautiful, excellent, really blend the makeup. Okay. Say hi to people. Hi. Vlog ഉണ്ടോ? It's me Gokila. It's me Gokila. കോകിലയാണ് ഞങ്ങളുടെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. അതുപോലെ യൂട്യൂബിനും എൻ്റെ എല്ലാവിധ ആശംസകളും തരുന്നു. ഓക്കെ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സൂര്യൻ നട്ടുച്ച മറ്റേ മുകളിലെത്തിയപ്പോഴത്തേക്ക് അപ്പൊ കോകിലയ്ക്കൊപ്പം അക്ഷര ആദ്യം ലൊക്കേഷൻ ആഡ് ചെയ്തത് വിജു ചേച്ചിയുടെ ഫ്ലാറ്റിലേക്കാണ്. എന്നിട്ട് നമുക്കൊരു ഒരു ലൊക്കേഷൻ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും യൂബറിൽ. അത് എൻ്റെ ഫ്ലാറ്റ് ആഡ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് അവിടെ പോയിട്ടാണ് എൻ്റെ ഫ്ലാറ്റിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ ഞാൻ വിഷമത്തിലാണെങ്കിലും ടയേർഡാണെങ്കിലും എനിക്ക് തണുത്ത കോൾഡ് കോഫി, ഐസ്ക്രീം, ജ്യൂസ്, പിന്നെ തണുത്ത എന്ത് ഭക്ഷണമാണെങ്കിലും അതെനിക്ക് ആശ്വാസം കിട്ടാറുണ്ട്. അപ്പോൾ നമ്മളവിടുന്ന് വർക്ക് കഴിഞ്ഞ് വരുന്ന ടൈം അറൗണ്ട് ലൈക്ക് 12:30 1 o'clock ആണ്. ആ സമയത്ത് എനിക്ക് പോകുന്ന വഴിക്ക് ഫലൂഡ നേഷൻ കണ്ടപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് ഒരു പാഴ്സലും മേടിച്ചിട്ടാണ് കേട്ടോ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോയത്. കുറച്ച് എക്സ്പെൻസീവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോസ്റ്റ്ലി ഉള്ള യാത്രകളും യൂബറിൽ തന്നെയാണ്. കാരണം എനിക്ക് സ്വന്തമായിട്ട് കാറില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡുള്ള ഷോപ്പുകളൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ കാണാത്തതുപോലെ ഇരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടാൽ എനിക്ക് വാങ്ങാൻ തോന്നും. ഈ സിറ്റുവേഷൻസ് ഇപ്പോഴും എനിക്ക് ഉണ്ടാവാറുണ്ട്. യൂബറിന് കൊടുക്കാനുള്ള കറക്റ്റ് എമൗണ്ട് എൻ്റെ കയ്യിൽ കാണാറുള്ളൂ. അപ്പോൾ ശരി, അടുത്ത വ്ലോഗിൽ കാണാം. ബൈ മലയാളീസ്.